No. We know Hindi. No. So hey guys, welcome back to IGL Nathan. ഓക്കെ അപ്പം അയ്യോ ഞാൻ ഈ ഒരു മിനിറ്റ് മാറിക്കോട്ടെ സ്റ്റാർട്ട് ചെയ്യട്ടെ ഇനി സ്റ്റാർട്ട് ചെയ്യട്ടെ കൂട്ടാ. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു IGL Nathan. റോട്ട് 50 സബാണ്. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. റോട്ട് 50 സബാണ്. പിന്നെന്തോ ഇന്നില്ല, അപ്പോൾ ഇവരോട് പോകാം. ഇന്നത്തെ പരിപാടി തന്നെ റാങ്ക് ക്വസ്റ്റ്യൻ അല്ല, വേറെ പരിപാടിയൊന്നുമില്ല. ഇനി എല്ലാ ദിവസവും എനിക്ക് വീഡിയോ ഇടണമെന്നുണ്ട്. ഇന്നലെ ഞാൻ ഇട്ടു, ഇന്നും എനിക്ക് ഇടണമെന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട് പോകണമെന്നുണ്ട്. പക്ഷെ കരുത്തില്ല, ഈ ഇടയ്ക്ക് പ്രശ്നം വരും. കാണുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. നമ്മുടെ ഈ ചാനലിനകത്ത് ഒരു വീഡിയോയ്ക്ക് 508 വ്യൂസ് കിട്ടി. താങ്ക് യു ഗേസ് ഫോർ സപ്പോർട്ടിങ്. നീ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഒരു ഷോർട്സിൻ്റെ അകത്ത് വൺ ഡാൻസ് എന്ന് പറഞ്ഞ ഷോർട്സ്. താങ്ക് യു ഗേസ് ഫോർ സപ്പോർട്ടിങ്. അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണം. അയ്യോ ആ വഴി ഞാൻ ഇതിൻ്റെ അകത്തൊരു ക്യാമ്പിംഗ് സ്ഥലം കണ്ടുപിടിച്ചു. ഞാനാ കണ്ടുപിടിച്ചൊന്നും പറഞ്ഞു, അതായത് എനിക്ക് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ട്രെയിനിൻ്റെ അകത്ത് ഒരു നല്ലൊരു ഗണ്ണും കെട്ടിട്ട് ട്രെയിനിൻ്റെ അകത്ത് പോയിരുന്നു കഴിഞ്ഞാൽ അവന്മാരെന്തായാലും ഏതായാലും ഒരുത്തൻ ട്രെയിൻ എന്തായാലും എടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു ട്രെയിൻ എടുക്കാം. ട്രെയിന് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരുത്തൻ സ്റ്റാർട്ട് എന്തായാലും ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അപ്പം നമ്മൾ ആ ട്രെയിനിൻ്റെ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ആ വിളിക്കുന്നതിനെ നമുക്ക് അടിച്ചിട്ടിട്ട് അവൻ്റെ ലൂട്ട് എടുക്കാം, അല്ലെങ്കിൽ ആരും വിളിച്ചില്ലെങ്കിൽ നമുക്കും വിളിക്കാം. ഞാൻ അങ്ങനെ കളി നോക്കട്ടെ. പക്ഷെ ആ ചിലവന്മാർ നമ്മളെ എടുത്തിട്ടടിക്കും, അതാ പ്രശ്നം. ഇത് സർ അപ്പു ആരോ ആരടാ ആരാ എനിക്കറിയത്തില്ലേ. അറിയാവുന്നല്ലാതെ എനിക്ക് ക്ഷമിക്കണേ, എനിക്കറിയത്തില്ല ആരാ, മനസ്സിലായില്ല. സർ അപ്പു ഏതപ്പു? അപ്പു ചേട്ടനാണോ? എനിക്കൊരു ചേട്ടനുണ്ട്, അപ്പു എന്നാ പുള്ളിയുടെ പേര്. ഞാൻ പുള്ളിയാണോ എനിക്ക് നല്ലൊരു ചെറിയൊരു ഡൗട്ട്. അല്ലല്ല. ഞാൻ വിളിച്ച സ്ഥിതിക്ക് അങ്ങോട്ട് പോവാം. ട്രെയിനിൻ്റെ അകത്ത് കയറി ഇരിക്കാനായിരുന്നു, പക്ഷെ ഞാൻ വിളിച്ച സ്ഥിതിക്ക് മണ്ടക്കോട്ട് കയറുക. ട്രെയിനിൻ്റെ അകത്ത് പോയിരിക്കണം. പറക്കടാ, എന്തു പറക്കടാ, എന്താ പറക്കാത്തൊന്നും? ഇത് പറക്കാണ്ടല്ലോ. ഇത് വേണ്ട പോണി. കാർ മേടിച്ചിട്ടില്ല. അടി ഇത് എന്തരടേ ഇത്, പിക്ക് വെക്കുന്നില്ല. ആരടെ ഇപ്പോഴും ടൈറ്റനായേ? ടൈറ്റൻ ഇപ്പോഴായിരുന്നു. ഞാൻ പറയണ്ട ഇതിൻ്റെ അകത്ത് ആരോ ടൈറ്റ് ചെയ്യടാ. എത്ര സോറി അണ്ണാ. എവിടുന്നോ ടൈറ്റൻ്റെ സൗണ്ട് കേൾക്കാൻ. ഞാൻ എന്തിനാ പോയി ഇതാക്കുന്നേ? എന്തിനാ ചുമ്മാ ഇരുന്ന് അടി വാങ്ങുന്നേ? ഇതിൻ്റെ അകത്ത് എങ്ങാനും കയറി. ഇതിപ്പോഴേ തുറക്കം വെക്കൂ? ഇല്ല. എന്തായാലും ആരായാലും ഇത് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ വിളിക്കും. ഇവിടെ ഇരിക്കുക
ആല് ഫ്രണ്ടിൽ പോകുന്നവനെ എടുത്തിട്ട് അടിക്കാം. പക്ഷേ ഈ സൈഡിൽ നിന്ന് എങ്ങാനും അടി കിട്ടിയ ഇതാവും. അതുകൊണ്ട് സൂക്ഷിച്ചാണ് ഇവിടെ ഇരിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ആ സൈഡിലെല്ലാം കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് മാത്രമേ അടി പ്രതീക്ഷിക്കാൻ. വേറെ എവിടെ ഒന്നും പ്രതീക്ഷിക്കണ്ട. അവിടെ നിൽക്കാൻ ഒക്കത്തില്ലയോ? നിൽക്കുമായിരുന്നെങ്കിൽ കിടക്കുന്നേ. എനിക്കത് ഒക്കത്തില്ല. തന്നെ പോകുന്നുണ്ട്. ഇവിടെ കാണാൻ നിന്നാലും മതി. ഇവിടെ ഇരുന്നാലും മതി. എന്തായാലും ട്രെയിനിനകത്ത് കയറി ഇരുന്നാൽ മതി എന്നേ ഉള്ളൂ. മണ്ടയ്ക്ക് വരെ പോവാ. ബാക്കിൽ നിന്ന് അങ്ങനെ ആരും വരത്തില്ലെന്നാണ് എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറയുന്നത്. ഇതും വരുമെന്നേ എടുത്തിട്ട് പൊട്ടിക്കും. ഇവിടെ ഒന്നും ആരും വരത്തുമില്ല. ഞാൻ കയറിയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും ഈ പഞ്ചായത്തിലോട്ട് വരത്തില്ല. ഇവിടെ നിൽക്കുക ഒക്കത്തില്ലല്ലേ? ഒക്കത്തില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒക്കത്തില്ലടാ അവിടെ. ഒക്കൂല. അവിടെ കയറി നോക്കി. ഇനി അവിടെ നിൽക്കാൻ ഒക്കത്തില്ല. ഇനി അവിടെ ചുമ്മാ സമയം കളയണ്ട. എടേ ആയാലും ട്രെയിൻ വിളിയടേ. ട്രെയിൻ വിളിക്കുമ്പം വിളിച്ചാ ഇല്ല. അവിടെ ഇപ്പോഴേ ടൈറ്റനായിട്ട് ചുമ്മാ എന്തിനാണ് എടുത്ത് കളയുന്നേ ആ ടൈറ്റന്റെ പവർ. ഇവിടെ നിന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കാര്യം എന്തായാലും ഈ സാധനം ഇങ്ങോട്ട് എടുക്കുമ്പോൾ ലൂട്ടാൻ വരും. പക്ഷെ ലൂട്ട് എടുക്കാൻ അവിടെ കാണുമല്ലോ ഒരുത്തൻ. അപ്പം ചാട്ടപ്പെടാൻ രണ്ടടി കൊടുക്കുമ്പോൾ അവന് നോക്കി കിടക്കും. ഇനിമയാന്നോടി. അണ്ണാ പേടിക്കണ്ട. റീകോൾ ചെയ്യും. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഞാൻ ചത്തിട്ടാലും നിന്നെ റീകോൾ ചെയ്യും. സൗണ്ട് കേൾക്കുന്നില്ലയോ? ആ ടൈറ്റിന്റെ സൗണ്ട് ഇല്ലയോ? ഈ ഹീല് പോയിട്ട് ഒന്നുമില്ല. സോൺ കയറിച്ചത്ത എല്ലാവർക്കും കിലോ കൊടുക്കത്തില്ല. ഇത് ആരും വിളിക്കുന്നില്ല ചുമ്മാ. എനിക്ക് തോന്നുന്നതാണോ സൗണ്ട്? എന്നാ ചെയ്യാ, ഒരു മിനിറ്റ്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എടുത്തിട്ട് അവന്മാര് പൂശുമല്ലോ. തോണി കയറിയിരിക്കാടി. ഇല്ലെങ്കിൽ എൻ്റെ ഹീലില്ല, അതാ പ്രശ്നം. അവിടെ ഉണ്ടായിരുന്നു, കണ്ടില്ല. അണ്ണാ റീകോൾ ചെയ്യാൻ വരുന്ന അണ്ണാ. ശരി, അങ്ങനത്തെ പോസം കൊള്ളാടാ. ഹെൽപ്പ് ചെയ്യാൻ പോവണ്ണ. ഇവിടെ ഏതോ സ്ഥലം. എനിമയാണോടോ? ആണോ അറിയത്തില്ല. ഇവനെ എനിമയാണല്ലേ. പ്രാർത്ഥിച്ചോണ്ട് അങ്ങനെ അപ്പുറം ഘടിപ്പിക്കല്ലേ. ഇവിടെ ആരോ കാര്യമായിട്ട് വന്ന് പറക്കിയിട്ടുണ്ട്. ആരോ കാര്യമായിട്ട് വന്നിട്ട് പറക്കിയിട്ടുണ്ട്, അതെനിക്കറിയാം. ബാക്കിലൊന്നും അവൻ പറക്കിയില്ല. പറക്കാൻ മറന്നതൊന്നും കാണാത്തതൊന്നും അറിയത്തില്ല. ഇവിടുന്ന് ഓടാം. എന്തിലുണ്ടോ? 4x, താങ്ക് യു. 4x. ശകലം കാണാം. 4x ഇട്ട് പറന്ന് പോകും. അത് ഏത് കാണണം?
2 സ്കാറിലും തന്നെ. ഓക്കെ, ഒരു മെഡിക്കറ്റ് ഉണ്ട്. ഈ കളി ചിക്കൻ അടിക്കാൻ വെക്കുമോ നോക്കുക, എനിക്കറിയില്ല. കഴിഞ്ഞ കളി ഇതുപോലെ ആയിരുന്നു. അയ്യോ, കഴിഞ്ഞ കളി ആ സൈഡിൽ കൂടെ മറ്റേ സൈഡിൽ കൂടെ കയറുമായിരുന്നു. ഈ ഹീൽ ഇട്ട് അറിയാൻ മതി. ഗ്ലിച്ചാണോ അത് എപ്പോഴും ഇങ്ങനെയാണോ? റെഡ് ഡോട്ട് ഉണ്ട്. ഇതെടുക്കാം. DPയും സ്കാറലും എടുക്കാം. ലേസർ മാറ്റിക്കല് ചിലപ്പോൾ അവന്മാർ സ്പോട്ട് ചെയ്യാൻ. പിന്നെ ഒരു വണ്ടി വരുന്നു. അയ്യോ, ആൾക്കാർ വരുന്നു. ചത്തേനെ പാത്ത ഞാൻ കണ്ടു. കവറൊക്കെ എടുത്തിട്ട് വരുന്നു. അയ്യോ, 2 പേരുണ്ടോ മോനെ. അഡ്ര എടുത്ത് മുന്നാടി ഞാൻ പോയാ പിന്നെ അവരാരും കാണത്തില്ല. അയ്യോ, ഇതല്ലല്ലോ, സ്മോക്ക് ഇടറാ. യോ എടാ, പിത്തിയുടെ സൈഡ് നിന്നോടാ. ശേഷേ ആ പിത്തിയുടെ സൈഡിൽ നിൽക്കണ്ടായിരുന്നു. 4 പച്ച്. എന്തിന്റെ കേടായിരുന്നു എനിക്ക്. അവിടെ ഈ 4+ ഒക്കെ എന്ത് കഷ്ടമാന്ന് പറ. ഏസ് മാസ്റ്റർ ഒക്കെ എടുത്ത് ഏസ് മാസ്റ്റർ ഒന്നും ആകാൻ പറ്റില്ലടി. ഏസും എല്ലാം നോക്ക, അതും കൺഫേം ഇല്ല. അത് 726 പോയിന്റ് മതി. ഞാൻ പോയി. ആരുണ്ടോ? ആ